പ്രമുഖരായ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ വിഷയങ്ങളാണ്. നമ്മുടെ ലൂസിഫർ സിനിമ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചെടുത്തു, അതുപോലെ ആ പൈസയും കിട്ടി. ഞാൻ നോക്കിയിട്ട് അന്നത്തെ ആ ഷൂട്ടിങ്ങിന് ആയിരക്കണക്കിന് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളാണ് പങ്കെടുത്തത്. അപ്പോൾ ആ പടം വിജയിച്ചതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പടം കാണാൻ വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ പ്രധാനപ്പെട്ട നടനോ നടിയോ അവരുടെ കുടുംബാംഗങ്ങൾ വന്നെന്ന് വെച്ചാൽ പടം വിജയിക്കില്ല. കാരണം അന്ന് എനിക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് വെറും 400 രൂപ. പ്രൊഡക്ഷൻ എൻ്റെ ഒരു സുഹൃത്തിനെ നേരിട്ട് വിളിച്ചിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോൾ. ആ കുട്ടി കയ്യിൽ കിട്ടിയത് 1000 രൂപ. അത് അവിടെ ഒരു വിവേചനം അത് ഒഴിവാക്കണം. അതുപോലെ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു തോന്നുന്നത് സീരിയലിൻ്റെ കാര്യമൊന്നും ഇതിൽ ഉൾപ്പെടുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉൾപ്പെടില്ല. ശരി, നമ്മുടെ വിതിരയിൽ ഒരു ഷൂട്ട് നടന്നു. അപ്പോൾ അവിടെ 4 സ്ത്രീകൾ ഷൂട്ട് കഴിഞ്ഞ് അവർക്ക് വീടുകളിൽ പോകാൻ വഴിയില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, വിതിരയിൽ ബസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, ഓട്ടോറിക്ഷ കിട്ടാൻ ബുദ്ധിമുട്ട്. അവർക്ക് അവിടെ നിന്ന് ഇവിടെ തിരിച്ച് നെയ്യാറ്റിങ്കര എന്നുള്ള സ്ഥലത്ത് എത്തണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അവരെന്നെ വിളിച്ചു, വളരെ ബുദ്ധിമുട്ടി. അവസാനം ഇവിടെ നിന്ന് ഞാൻ ഒരു ആട്ടോ പിടിച്ച് അവിടെ പോയി അവരെ ആ സെറ്റിൽ നിന്നും വീട്ടിൽ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ അതിനൊരു സാഹചര്യം ഇനി ഉണ്ടാവരുത്. കാരണം പ്രത്യേകിച്ച് ഒരു ഫിലിമിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഡയറക്ടർ പറയണം, നിങ്ങളുടെ ഭാഗം കഴിഞ്ഞു, സീരിയലിന്റെ വർക്കിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞു, നിങ്ങൾ പോകാം. എന്നാൽ കോർഡിനേറ്റർമാർ അവരെ വിടില്ല, നിങ്ങൾ അവിടെ നിൽക്കുക, പൈസ വന്നിട്ടില്ല. പൈസ ഇതെന്തോന്നാണ്, പൈസ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അതാത് ദിവസം വർക്ക് കഴിയുമ്പോൾ ആ പ്രൊഡക്ഷൻ ആരാണോ അഭിനയിക്കാൻ വരുന്നത് അവരെ കൈകളിൽ ആ സമയം നേരിട്ട് പൈസ കൊടുക്കുക. കോർഡിനേറ്റർ മുഖേനയുള്ള പൈസ നമുക്ക് വേണ്ട. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കണം. കോർഡിനേറ്റർ വെക്കുകയാണെങ്കിൽ വെച്ചോ, അതിനുള്ള ശമ്പളം പ്രൊഡക്ഷൻ കൊടുക്കട്ടെ. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നിമിഷം പൈസ കഴിഞ്ഞാൽ ഉടൻ കിട്ടുക. അത് 8 മണിക്കൂറിൽ കോർഡിനേറ്റർ വിളിക്കുന്നതുണ്ട്, അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി വരുന്നതുണ്ട്. അതിൽ തന്നെ വേറൊരു വിഷയം കൂടിയുണ്ട്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പല വാട്സപ്പ് ഗ്രൂപ്പിലും വരുന്നവരുണ്ട്, ഓഡിയേഷൻ വരുന്നുണ്ട്, കാസ്റ്റിംഗ് കാൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിയേഷൻ വരുമ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പടത്തിന്റെ ഓഡിഷൻ വരുന്നതിന് മുമ്പ് ഒരു നിർമ്മാതാവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഹാളിന്റെ വാടക നിർമ്മാതാവല്ലേ കൊടുക്കണം. അവിടെ ഒരു വെള്ളം കൊടുക്കുകയാണെങ്കിൽ അവരല്ലേ കൊടുക്കണം, അല്ലേ? ഈ വരുന്ന ഓരോരുത്തരെയും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുക, എന്നിട്ട് അതിൽ നിന്നും ഒരു 5 പേരെ തിരഞ്ഞെടുക്കുമെന്ന് പറയും. ഒരു മാസം കഴിഞ്ഞ് പിന്നെ ആ പടം പോലും നിലവിൽ വരുന്നില്ല. ഇപ്പൊ ഈ കേരളത്തിൽ ഒരു വർഷത്തിൽ തന്നെ ആയിരക്കണക്കിന് ഓഡിഷൻ നടക്കുകയാണ്. അതിൽ ഒരു പടം പോലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു നിബന്ധന എന്ന് പറയുന്നത്, ഏതാണ് ബാനർ, അതിന്റെ ഡയറക്ടർ ആരാണ്, ആ ഫിലിം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ആ ഫിലിമിനെ കുറിച്ച് എവിടെയാണ് ഓഡിഷൻ നടക്കുന്നത്, അതിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെ റിപ്പോർട്ട് കൊടുക്കുക. ആ ഫിലിമിനെ കുറിച്ചും അതിന്റെ നിർമ്മാതാക്കളെ കുറിച്ച് ആ ഫലത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാക്കുക. ആ റിപ്പോർട്ട് മാത്രമേ ഈ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാവൂ. അല്ലാതെ ഈ കള്ളത്തരം പറഞ്ഞ് ഓരോരുത്തരെയും നിങ്ങൾക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞ് 10,000, 5,000 ലക്ഷങ്ങളും വാങ്ങിച്ച് നിരവധി പേരെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവണം. മാറിയിട്ടില്ല. ഇപ്പൊ അടുത്ത ദിവസം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഒരു മാസത്തിനകത്തേ ആയുള്ളൂ ഒരാളുടെ 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അതിനും നമ്മളെ സംഘടനയെ വിളിച്ച് പറഞ്ഞ് പൈസ വാങ്ങിച്ചോണ്ട് പോയി. ആളുടെ പൊടി പോലും കിട്ടാനില്ല. ഇന്ന് രാവിലെ പോലെ എനിക്കൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, 40,000 രൂപ വാങ്ങിച്ചിട്ട് ചാൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അത് സിനിമയിൽ മാത്രമല്ല സീരിയലിലും ഇങ്ങനെ ഒരു കാര്യമുണ്ട്. കാരണം സീരിയലിൽ തന്നെ നിങ്ങൾ നോക്കുക, ഓരോ സീരിയലിന്റെ എപ്പിസോഡ് ഷൂട്ട് നടക്കുന്നുണ്ട്. ആ ഷൂട്ട് നടക്കുന്നത് ചാനലുകളിൽ വരികയും ചെയ്യും. എന്നാൽ ഒരു പുതിയ സിനിമയ്ക്ക് സീരിയലിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പൈലറ്റ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് വിളിക്കും. ഒരു 5 ദിവസത്തെ ഷൂട്ട് കാണും, പേയ്മെന്റ് അന്ന് കൊടുക്കില്ല. 5 ദിവസം കഴിഞ്ഞ് ഗൂഗിൾ പേ ചെയ്യാന്ന് പറയും. ഗൂഗിൾ പേയും കാണില്ല, പൈസയും കിട്ടില്ല. അപ്പൊ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ ഈ ആൾക്കാർ കഷ്ടപ്പെട്ട് വരുന്നതാണ്. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, എനിക്ക് വലിയ കഠിനമായ ജോലി ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഈ ഇതിലെ സിനിമ മോഹിച്ചു വരുന്നവരെക്കാൾ ഏറ്റവും കൂടുതലുള്ളത് ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണുള്ളത്. കാരണം എൻ്റെ സംഘടനയിലുള്ളതിൽ ഏറ്റവും കൂടുതലും 60 വയസ്സിന് മേൽപോട്ടുള്ള പ്രായമുള്ള ആൾക്കാരാണ്. കാരണം മക്കളൊക്കെ വിവാഹം കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ താമസിക്കാതിരിക്കാം, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇങ്ങനെയുള്ളവർ വീടുകളിലിരിക്കും. അവരെ വീട്ടിൽ ചെലവ്, പിന്നെ കുറച്ച് റിലാക്സ് ചെയ്യാം ഈ സിനിമ സെറ്റിൽ വരുമ്പോൾ, അതിൽ പാസിങ്ങോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് എങ്കിലും കൊടുക്കണം. കാരണം അവർക്ക് ഉടുതുണി, വസ്ത്രം, മരുന്ന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് അവർക്ക് പേയ്മെന്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരു സെറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലും പറ്റിയാൽ ആരാണ് ഉത്തരം? എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? ഒരു ഇൻഷുറൻസ് പദ്ധതിയില്ല. പക്ഷെ നമ്മുടെ സംഘടനയുള്ള ഓരോ വ്യക്തിക്കും 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന്റെ അത് റെഡിയാക്കിയിട്ടുണ്ട്.
അത് ഈ വരുന്ന 30-ാം തീയതി നമ്മുടെ സംഘടനയുടെ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിന് അത് പ്രഖ്യാപനം വരികയാണ്. കാരണം ഓരോ അംഗങ്ങൾ, കാരണം നമ്മുടെ സർക്കാരിന്റെ മുന്നിൽ പല പ്രാവശ്യം അപേക്ഷ കൊടുത്തു, ഇതുവരെ നടന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ച നമ്മളെ സജി ചെറിയ സാറിനെ കണ്ട് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രേംകുമാർ സാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ ജൂനിയർ സീനിയർ എന്നൊന്നുമില്ല. എല്ലാ അഭിനേതാക്കളും ചെറിയ വേഷം ചെയ്യുന്നവരും വലിയ വേഷം ചെയ്യുന്നവരും എല്ലാവരും തുല്യരാണ്. ആ രീതിയിൽ നമ്മളെ കാണണം. നമ്മളെ ഒരു സെറ്റില് ഒരു വിഷയം വന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മളെ ഒരു വനിതാ അംഗം പറയാണ്, അവരുടെ അടുത്ത് പറയണം, ഞാനും മനുഷ്യരാണ്, നിങ്ങൾ എന്നെ മനുഷ്യരായിട്ട് കാണും, നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ എന്നുള്ള രീതി കാണരുത്, നമ്മൾ മനുഷ്യരല്ലേ, എനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടെന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഒരു കുപ്പി വെള്ളം എടുത്തപ്പോൾ അതിനെ പിടിച്ചു വാങ്ങിച്ച് ദൂരെ അങ്ങ് എറിയുകയാണ്. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കണം. അതുപോലെ ടോയ്ലറ്റിന്റെ ബുദ്ധിമുട്ട്, യാത്രാ സൗകര്യം. ഈ യാത്രാ സൗകര്യമാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. വല്ല ബസ് സ്റ്റാൻഡ്, നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വർക്കിന് പോയി വാഹനം കിട്ടിയില്ല, നമ്മൾ ബസ് സ്റ്റാൻഡിൽ എവിടെയും കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ അവിടെ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ച് വീട് കണ്ടെത്താം. സ്ത്രീകളുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾക്ക് അതാണ് ചിന്തിക്കേണ്ടത്. കാരണം വീട്ടിൽ അവരെ രക്ഷിതാക്കൾ ഭയത്തോടെ ഇരിക്കും, അവർ എപ്പോഴും വീട്ടിലെത്തും, എന്താണ് അവരുടെ സാഹചര്യം എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് ഒരു തീരുമാനം ഉണ്ടാവണം. ഈ ഡിസ്കഷൻസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന